Hello friends, Healthy Bites like everyone swagadam njan Anju. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അലോവേര കറ്റാർ വാഴയും കൈതച്ചക്കയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. പൈനാപ്പിൾ എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻ സി, ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, പിന്നെ ഡൈജഷന്, മെറ്റബോളിസം ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അലോവേര കറ്റാർ വാഴ എന്ന് പറയുന്നത് അതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ബീറ്റാ കാരോട്ടിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ വൈറ്റമിൻ B12 എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിലാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ, ലിവർ ഫംഗ്ഷന്, വെയിറ്റ് ലോസിന്, പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവ രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കറ്റാർവാഴയുടെ ചെടി തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് നാൾ മുമ്പ് ഒരു കുഞ്ഞു തൈ നട്ടതാണ്. അതിപ്പോൾ എന്താ ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു രണ്ട് കറ്റാർവാഴ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രം മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ജെല്ലെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രത്തിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു ഗ്ലാസ് സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇത്ര മതിയാവും. ഇനി നമുക്കിതിൻ്റെ ഈ മുള്ളൊന്ന് ചെത്തിക്കളയാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ജെല്ല് മാത്രം മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ ഈ തൊലി കളഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പച്ച കളർ ഒട്ടും നമ്മുടെ ഈ ജെല്ലിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പച്ച കളർ വരുമ്പോഴാണ് അതിന് കയ്പുണ്ടാവുന്നത്. ഈ സൈഡിലും തൊലി റിമൂവ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ജെല്ല് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ പീസസ് ആക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസർ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ഒരു കപ്പ് ജ്യൂസർ കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പൈനാപ്പിൾ കൈതച്ചക്ക ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ഞാൻ ചേർക്കുന്നുണ്ട് മധുരത്തിന്. ഒരു 2 ടീസ്പൂൺ കറ്റാർവാഴ, ഏകദേശം ഒരു 3 ചെറിയ പീസസ് ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു ഗ്ലാസ്സിന് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മിൻറ്റ് ലീവ്സിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്, പുതിനയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അലോവേര പൈനാപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഭംഗിക്കായിട്ടൊരു കുഞ്ഞു മിൻറ്റ് ലീവ്സ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് എടുക്കാവുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പൈനാപ്പിളും കറ്റാർവാഴയും ഉപയോഗിച്ചിട്ടുള്ള സ്മൂത്തി റെസിപ്പി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ സ്മൂത്തീസോ ജ്യൂസസോ ഒക്കെ തയ്യാറാക്കുമ്പം ഇതുപോലെ 1-2 പീസ് കറ്റാർവാഴയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണും വരെ ടിൽ ദെൻ ഗുഡ് ബൈ, ഹാപ്പി കുക്കിംഗ്.